2007 ഡിസംബർ 8 മാർക്കറ്റ് 20,206 2005 മുതൽ മാർക്കറ്റ് തുടർച്ചയായിട്ട് കയറുകയായിരുന്നു. ഗ്ലോബൽ റിസഷൻ വന്നു. 2009 ജാനുവരി 23 മാർക്കറ്റ് 8,674 കുറഞ്ഞിരുന്നു. 57.08% വന്ന് മാർക്കറ്റ് ഇടിഞ്ഞത്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു അവസരമായിരുന്നില്ലേ? ആ സമയം നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ എത്ര കോടി നമ്മുടെ ഇന്ന് കയ്യിലുണ്ടാവുമായിരുന്നു. അന്നൊരു ഇടിവായിരുന്നില്ല, അവസരമായിരുന്നു. 2020 ജാനുവരി 10 മാർക്കറ്റ് 8,674 41,599 വന്നിരുന്നു. കൊറോണ വന്നു. 2020 മാർച്ച് 20 മാർക്കറ്റ് 29,915 താഴെ ഇറങ്ങി. അന്ന് 28% മാർക്കറ്റ് ഇറങ്ങിയത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതും ഒരു അവസരമായിരുന്നു. അന്ന് നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പറ്റുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് നമ്മൾ ഹ്യൂജ് എമൗണ്ട് കിട്ടുമായിരുന്നു. 2021 ഒക്ടോബർ 29 മാർക്കറ്റ് 29,915 59,306 വരെ മാർക്കറ്റ് എത്തി. 2022 ജൂൺ 17 വീണ്ടും അത് 51,360 കുറഞ്ഞു. 13.39% ഇടിഞ്ഞത്. അതൊരു അവസരമായിരുന്നില്ല. അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നത് 74,194 2025 സെപ്റ്റംബർ 27 85,571 ഇന്ന് 74,194 മാർക്കറ്റ് 13.29% ഇടിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ ഇതൊരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 കൊല്ലത്തിന് ശേഷമാണ്. ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ലംസമായി ഇൻവെസ്റ്റ് ചെയ്യൂ. 2-3 കൊല്ലത്തിന് ശേഷം ഈ അവസരം ഉപയോഗിച്ച് ഒന്ന് ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് ചിന്തിക്കാം. താങ്ക് യു.